ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനീനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാല് വേണം. ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട, നമുക്ക് എത്രയാണ് ബിസ്ക്കറ്റ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാല് വേണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് പോർഷന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് പോർഷൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ക്രീം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓറിയോൻ്റെ ഈ ബ്ലാക്ക് പോർഷന് നമ്മളിതിൻ്റെ ഡോ തയ്യാറാക്കാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ബ്ലാക്ക് പോർഷന് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മൈൽഡായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ നിങ്ങൾ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് ആവശ്യത്തിനായിട്ടുള്ളത് മാത്രം കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഈ ഡോ നല്ല തിക്കായിട്ടാണ് വരേണ്ടത്, നല്ല ടൈറ്റായിട്ട് വരണം. ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വരണം. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ വിരലയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, അത് കുഴപ്പമില്ല. നമ്മുടെ ഡോ ഒന്നും ഇങ്ങോട്ട് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ വിരലയിലുള്ളൊക്കെ ആ ഡോയിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്, എന്നാൽ അത്യാവശ്യത്തിന് ടൈറ്റ് വേണേനു. ഇനി നമുക്ക് ഇതിൻ്റേക്കുള്ള ക്രീം തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ക്രീമും ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പാലിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ. ഒന്നും കൂടെ തിക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡോ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിലും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ തീരെ കട്ടില്ലാണ്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പത്തിരിയുടെ പ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും പരത്തിയെടുക്കാം, പക്ഷേ നമുക്ക് കുറച്ച് വലിയ റോളാണ് വേണ്ടത്. അപ്പോൾ പത്തിരി പ്രസ്സിലാവുമ്പോൾ ഇത്രയും വലുതായിട്ട് കിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഇതിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ തലയ്ക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ ക്രീം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം നമ്മൾ ഡോ പൊട്ടി പോവാതെ നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറരുത്, കറക്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് നേരം ഫ്രീസറിലൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം.
ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ സ്വീറ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.